രാവിലെ എഴുന്നേൽക്കുക, ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, വീട്ടുജോലികൾ ചെയ്യുക, ഇതൊക്കെ ഡെയിലി സെയിം റൂട്ടിൽ പോകുമ്പോഴാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും ഒരേപോലെ ഇരുന്ന് എന്തോ രസം. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ആദ്യം ഡാൻസ് ക്ലാസ്. അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂർക്ക്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനായി തൃശ്ശൂർ ഭാരത് ഹോട്ടലിലേക്കാണ് പോയത്. പല റീൽസും വ്ളോഗ്സും ഒക്കെ കണ്ടിട്ടേ ഓരോ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ആ ഹൈപ്പ് മാത്രം നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഭാരത് ഹോട്ടലിന് ഒരു ഹൈപ്പിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൈര് വടയും ഫ്രൂട്ട് സാലഡുമാണ്. ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ, വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം തിരക്കാണ്. ചെയർ പിടിച്ചു നിന്നാൽ മാത്രമേ ഫുഡ് കഴിക്കാനിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ യാത്രയും ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ നടന്നാൽ മതിയോ? പണിയെടുക്കണ്ടേ? എന്നാൽ നേരെ പണിശാലയിലേക്ക് പോവാം. നമസ്കാരം, CCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ മണികണ്ഠൻ. പ്രധാന വാർത്തയിലേക്ക്. ഒരു ദിവസം അങ്ങനെ അസ്തമിച്ചു. അടുത്ത ദിവസം ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ധൃതിയായിരുന്നു. കുന്നംകുളത്തായിരുന്നു കല്യാണം കേട്ടോ. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ കല്യാണം കൂടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വീടിൻ്റെ മുൻപിൽ പാടത്ത് പന്തലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കല്യാണം കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നി. ഒരുപാട് കാലം മുന്നെയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം എല്ലാവരും ഓഡിറ്റോറിയം സെലക്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ മുൻപിൽ പന്തലൊക്കെ ഇട്ട് നടത്തുന്ന ചടങ്ങൊക്കെ ഇല്ലാതെയായി മാറിയിരുന്നു. പക്ഷെ ഇവിടെ വീടിൻ്റെ മുമ്പിലുള്ള പാടത്ത് വലിയ പന്തലിട്ടിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. കല്യാണമൊക്കെ കൂടിയ ശേഷം ഫാമിലിയിലെ വൈബ് കണ്ടോ? എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. വേറെ ഒന്നിനുമല്ല, റീൽസ് എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി എൻജോയ് ചെയ്യുമ്പോഴേ കുട്ടികൾ അതൊന്നും അത്ര എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവർ വീട്ടിലെത്താൻ വേണ്ടി ധൃതി പിടിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല. സമയം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേ നല്ല ഓർമ്മകൾ വേണ്ടേ?